സതീശൻ ഇനി മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഏറ്റവും ഉചിതമായൊരു ടൈമാണ് ഇപ്പോൾ കടന്നു വന്നത്. കാരണം സതീശൻ ഒറ്റക്കെട്ടായി അൻവറിനെ വേണ്ട എന്ന് പറയുകയും ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തതോടുകൂടി സതീശനിസം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. 3 ഇസങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അവിടെ നടന്നത്. പിണറായിസവും അൻവറിസവും സതീശനിസവും. അതിൽ ഈ സതീശനിസം ഉണ്ടായത് ഇപ്പോൾ നിലമ്പൂരിൽ വെച്ചാണ്. പിണറായിസവും അൻവറിസവും കുറേ മുന്നേ തന്നെ ഉണ്ടായിരുന്നതാണെങ്കിൽ സതീശനിസം ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. പിണറായിസവും അൻവറിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും നിലമ്പൂരിലേത് എന്ന് വിലയിരുത്തപ്പെടുന്നതിനിടയിലാണ് സതീശനിസം എത്തിയത്. UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ PV അൻവറിനെതിരെ സതീശൻ കടുത്ത നിലപാടെടുത്തു. VS ജോയിയെ സ്ഥാനാർത്ഥിയാകാതെ ആര്യാടൻ ഷൗക്കത്തിന് കൈ കൊടുക്കുകയും ചെയ്തു സതീശൻ. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി, അദ്ദേഹം ചെകുത്താനാണെന്നാണ് അൻവർ പറഞ്ഞത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അൻവറിൻ്റെ ആഗ്രഹം. ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ യഥാർത്ഥ വിജയി VD സതീശൻ. വിജയി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ യഥാർത്ഥ വിജയി സതീശൻ തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന് മൃഗീയ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിച്ചതിലൂടെ സതീശൻ്റെ നേതൃത്വം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അധികം സങ്കടമുള്ളത് അത് KC വേണുഗോപാലിനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. ഇവർ രണ്ടുപേരും വളരെ വിഷമത്തിലാണ്. കാരണം സതീശൻ ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അന്ന് ഒരുപക്ഷെ സ്വരാജ് ജയിക്കുമെന്നൊക്കെ ഇവരൊക്കെ പ്രതീക്ഷിച്ചു. KCയും ചെന്നിത്തലയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വിജയിച്ചില്ലെന്ന് മാത്രമല്ല, വൻ പരാജയത്തിലേക്ക് ഇദ്ദേഹത്തിന് സ്വരാജിന് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സതീശൻ പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്ത ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിൽ ചേലക്കര ഒഴികെ എല്ലാം UDFന് ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും LDFൻ്റെ വോട്ട് കുറയ്ക്കാനും സാധിച്ചു. അത് സതീശന് അതൊരു ക്രെഡിറ്റാണ്. അങ്ങനെ കോൺഗ്രസിലും UDFലും സതീശൻ കൂടുതൽ കരുത്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കുന്ന നിലപാടുകളിലെ കാർക്കശ്യം അണികൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് 3 ഇസങ്ങൾക്കായിരുന്നു. അത് ഒന്ന് പിണറായിസം, ഒന്ന് അൻവറിസം, സതീശനിസം. അപ്പോൾ സതീശനിസത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ വന്നത്. അതായത് കേരളത്തിൽ അലയടിച്ച് കേട്ട സതീശനിസത്തിന് വിജയം നേടാൻ കഴിഞ്ഞു. നിലമ്പൂരിലും പിണറായിയുടെ കണക്കുകൂട്ടൽ തെറ്റിയതോടെ പിണറായിസത്തിനും അടിതെറ്റിയിരിക്കുകയാണ്. അൻവറിസവും നിലമ്പൂരിൽ വിലയില്ലാതായി. എങ്കിലും 20,000-ലധികം വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള അൻവറിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ 2 ഇസങ്ങളും പിഴച്ചെടുത്ത് നിന്നാണ് സതീശനിസം ജയിച്ചു വന്നത്. ഫലപ്രഖ്യാപനത്തിന് PV അൻവറിൻ്റെ UDF പ്രവേശനം അടക്കം സജീവമായി ചർച്ചയാകുമ്പോഴും സതീശന് യാതൊരു കുലുക്കവുമില്ല. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവർ നടത്തിയ പ്രസ്താവനയോട് നോ കമൻസ് എന്നാണ് സതീശൻ പ്രതികരിച്ചത്. VD സതീശനോട് വിരോധമില്ലെന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് വേദനയുണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞുവെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സതീശൻ്റെ പ്രതികരണം. കാരണം അൻവർ ഇനിയിപ്പോൾ കീഴടങ്ങുക എന്നതിനപ്പുറം അൻവറിന് മറ്റൊന്നും ചെയ്യാനില്ല. നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനമില്ലെന്നും കോൺഗ്രസിൽ സതീശനിസം എന്നൊന്നില്ലെന്നുമായിരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. കാരണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സതീശനിസം എന്ന് കേൾക്കുന്നതേ രമേശ് ചെന്നിത്തലയ്ക്ക് അലർജിയാണ്. സമാനമായ അഭിപ്രായം KM മുരളീധരനും പ്രകടിപ്പിച്ചു. കാരണം ഇവർക്കെല്ലാം അസൂയാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയമുറപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സതീശനിസത്തിൻ്റെ വിജയമായി തന്നെ അത് അടയാളപ്പെടുത്തും. PV അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ UDFൻ്റെ പടിക്ക് പുറത്ത് നിർത്തിയത് VD സതീശൻ്റെ പിടിവാശിയായിരുന്നില്ല, അതൊരു പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസമായിരുന്നുവെന്ന് അടിവരയിടുന്നതാണ് നിലമ്പൂരിലെ ഈ ഒരു തിളക്കമാർന്ന ഷൗക്കത്തിൻ്റെ വിജയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ നിലയല്ല. ഭരണകക്ഷി എന്ന നിലയിലും സ്വന്തം MLA ആരോപണം ഉന്നയിച്ച് രാജിവെച്ച സീറ്റെന്ന നിലയിലും CPM ഏറെ പ്രതിരോധത്തിലായിരുന്നുവെങ്കിലും സതീശനെടുത്ത നിലപാടുകൾ അതിനേക്കാൾ വലിയ പ്രതിരോധത്തിൽ കോൺഗ്രസിനെയും സതീശനെയും കൊണ്ടെത്തിച്ചിരുന്നു. അൻവറിനെ അടുപ്പിക്കുന്ന കാര്യത്തിലും സതീശൻ അണുവിട മാറ്റമില്ലാതെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കളുടെ പട്ടികയിലേക്ക് സതീശൻ എത്തുന്നുവെന്ന വിശേഷിക്കുന്നതിലും തെറ്റില്ല. കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണമെന്നും ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ചോദ്യത്തിനും ഉത്തരം കൂടി നൽകുന്നതാണ് നിലമ്പൂരിലെ വിജയം. നേരത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന K സുധാകരൻ പാർട്ടിയിലും പ്രായത്തിലും മുതിർന്നതായിരുന്നുകൊണ്ടുള്ള മൂപ്പിളമ തർക്കം സതീശനുമായി ഉണ്ടായിരുന്നു. എന്നാൽ സണ്ണി വരുമ്പോൾ പാർട്ടിയിലെ ചരിത്രം പറഞ്ഞാൽ സീനിയർ ആകുമെങ്കിലും നിലമ്പൂരിൻ്റെ ജയവും സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. നിലമ്പൂരിൽ കോൺഗ്രസ് ജയിച്ചാൽ കേരളത്തെ സംബന്ധിച്ച് KC വേണുഗോപാൽ എന്ന അഖിലേന്ത്യാ നേതാവ് പോലും അപ്രസക്തനാകും സതീശന് മുന്നിൽ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അതുപോലെ വന്നു എന്നുള്ളതാണ്.
അതുമാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു ഗ്രൂപ്പും പുതിയൊരു യുഗവുമായിരിക്കും ഇതോടെ രൂപപ്പെടുക. നിലവിൽ തന്നെ കോൺഗ്രസിൽ സതീശൻ്റെ കുറുമുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിലെ ത്രിമൂർത്തി സഖ്യമെന്നുമുള്ള സ്വകാര്യമായി പറഞ്ഞു തുടങ്ങിയിരുന്ന സംഘത്തിനെതിരെ രൂപപ്പെട്ടിട്ടുള്ള യുവാക്കളുടെ ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്യുക മാത്രമായിരിക്കും സതീശന് മുന്നിലുള്ള വെല്ലുവിളി. നിലമ്പൂരിൽ ആര്യൻ ഷൗക്കത്ത് തോറ്റാലും ജയിച്ചാലും ഞങ്ങളുടെ വോട്ട് കൈപ്പത്തിയിൽ മാത്രമേ വീണിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാൻ ലീഗിന് മാത്രമേ കഴിയൂ എന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിന്ന് നിരീക്ഷിച്ച് ആർക്കും പറയാൻ കഴിയും. പക്ഷേ ജയിച്ചാൽ ലീഗിനല്ല നേട്ടം, സതീശന് തന്നെയാണ്. BDയുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കുമെന്നും പലരും ഉൾക്കൊണ്ടെന്ന് വേണം കരുതാൻ. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമെല്ലാം ഏൽപ്പിച്ച ജോലി ചെയ്യാത്തതിന് പലരും വഴക്ക് കേട്ടു. നിലമ്പൂരിൽ ഇതുവരെ ആരോടും സ്വരം കടുപ്പിക്കേണ്ടി വന്നിട്ടില്ലെന്നും സതീശൻ്റെ സാക്ഷ്യം. പ്രചാരണത്തിൻ്റെ മുന്നണിയിലിറങ്ങി അരങ്ങ് തകർക്കുകയല്ല, അണിയറയിൽ വിജയചേരുവയൊരുക്കുന്ന സംവിധായകൻ്റെ റോളിലായിരുന്നു നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയ അനുഭവം തന്നെയാണ് സതീശൻ പഠിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് പാഠം. കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പറവൂരിൽ 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയോടെയായിരുന്നു തുടക്കം. വാശിയിൽ ആർക്കും പിന്നിലല്ലാത്ത അണികളുടെ BDS അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. 2001 വിജയം. ഇതിപ്പോൾ തുടർച്ചയായ 5ാം തവണയാണ് പറവൂർ MLA ആയി VD സതീശൻ എന്നുള്ള പേര് തെളിയുന്നത്. തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനൊരു സർവകലാശാല തുടങ്ങിയാൽ വൈസ് ചാൻസലറാകാൻ ഏറ്റവും യോഗ്യനാണ് VD സതീശൻ. തെരഞ്ഞെടുപ്പുകളിലെ VD ടച്ച് അത് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നാൽ ആൾക്കൂട്ടവും ആദരവും മാത്രമല്ല, ആരവവും ഒന്നുമല്ല. ചെസ് മത്സരം പോലെ കണക്ക് കൂട്ടി കരുക്കൾ നീക്കേണ്ട സീരിയസ് ഗെയിമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നയാളാണ് സതീശൻ. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF എണ്ണിക്കൊടി നാട്ടിയപ്പോൾ അതിനു പിന്നിൽ കണിശ നിലപാടുകളുമായി VD സതീശൻ്റെ ഒരു ടച്ച് കാണാൻ കഴിഞ്ഞു. നിലമ്പൂർ തിരിച്ചു പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ UDF നടത്തിയ പടപ്പുറപ്പാടിൻ്റെ അമരത്വം സതീശനായിരുന്നു. UDFൻ്റെ അമരക്കാരൻ. ഇടതുപക്ഷത്തിൻ്റെ കടുത്ത വിമർശകനാണെങ്കിലും പ്രവർത്തന ശൈലിയിൽ സതീശന് ചായ്വ് ഇടത്തോട്ടാണ്. കോൺഗ്രസിന് അത്ര പരിചിതമല്ലാത്ത കാർക്കശ്യവും കണിശതയുമാണ് മുഖമുദ്ര. കതിരിൽ കൊണ്ടുപോയി വളം വയ്ക്കുന്ന ഏർപ്പാടല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഇടപെടലുകൾ ഉണ്ടാകും. നിലമ്പൂരിലും അതിന് മാറ്റമുണ്ടായില്ല. ബൂത്ത് തലത്തിൽ പ്രവർത്തനത്തിൽ വരെ കണ്ണെത്തുന്ന പോരായ്മയുണ്ടെങ്കിൽ ചുമതലക്കാരന് വിളിയെത്തും. സ്വരത്തിൽ കടുപ്പമുണ്ടാകും. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തവരെ അഭിനന്ദിക്കുന്നതിലും പിശുക്ക് കാണിക്കാറില്ല. ദിവസം തീരുന്നതിന് മുമ്പേ അവരുടെ മൊബൈലിൽ VDയുടെ നമ്പർ തെളിയും. അത്ര കർക്കശനായ ഒരു നേതാവെന്നാണ് സതീശനെ വിശേഷിപ്പിക്കുന്നത്. കരുണാകരൻ്റെ കണ്ണിറുക്കി ചിരിയും AK ആൻ്റണിയുടെ വാചാല മൗനവും ഉമ്മൻചാണ്ടിയുടെ വിശാലതയും ശീലമായ കോൺഗ്രസിൽ അയവില്ലാത്ത VD ശൈലി ചെലവാകുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. VDയുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കുമെന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമെല്ലാം ഏൽപ്പിച്ച ജോലി ചെയ്യാത്തതിന് പലരും സതീശൻ്റെ വഴക്ക് കേട്ടു. നിലമ്പൂരിൽ ഇതുവരെ ആരോടും സ്വരം കടുപ്പിക്കേണ്ടി വന്നില്ലെന്ന് സതീശൻ്റെ സാക്ഷ്യം. കാരണം നിലമ്പൂരിൽ ഇവരെല്ലാം തന്നെ നല്ല വർക്ക് കാഴ്ചവെച്ചു. ചാണ്ടി ഉമ്മനൊക്കെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വിശ്രമമില്ലാതെ പണിയെടുത്തു. അതോടൊപ്പം തന്നെ യുവ നേതാക്കളായ PC വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും VT ബൽറാമും ഷാഫി പറമ്പിലും അങ്ങനെ തുടങ്ങി എല്ലാവരും CR മഹേഷ് അടക്കം അങ്ങനെ എല്ലാ നേതാക്കളും വളരെ ശക്തമായ രീതിയിൽ, അടൂർ പ്രകാശ് അടക്കം എല്ലാവരും വളരെ ശക്തമായ രീതിയിൽ അവിടെ പണിയെടുത്തു. ലീഗാണെങ്കിൽ ഇത്രയും ലീഗ് ഉയർത്തൊരു സന്ദർഭം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. കാരണം അവർക്കിനി അധികാരമില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ സർവ്വതും മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അണിയറയിൽ വിജയചേരുവയൊരുക്കുന്ന സംവിധായകൻ്റെ റോളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടി ചേർന്നപ്പോൾ വലിയ വിജയമാണ്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയ അനുഭവം തന്നെയാണ് സതീശൻ പഠിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് പാഠം. കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പറവൂരിൽ 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയോടെ തുടക്കമായി. വാശിയിൽ ആർക്കും പിന്നിലല്ലാത്ത അണികളുടെ VDS അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. 2001 വിജയം. ഇതിപ്പോൾ തുടർച്ചയായി 5ാം തവണയാണ് പറവൂർ MLA ആയി VD സതീശൻ്റെ പേര് തെളിയുന്നത്. VD സതീശൻ ഒരു ശക്തനായ നേതാവായി മാറുന്നു. അടുത്ത മുഖ്യമന്ത്രി VD സതീശൻ എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ വിജയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.